നമ്മൾ ഈ പ്രദേശത്ത് തന്നെ ഉള്ള ഇന്ന് നാം ഈ പൊതുവെ നമ്മൾ ഫോക്ലോറാണ് ഈ വർഷം ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ ഇന്ന് പടയണി എന്ന് പറയുന്ന ആർട്ട് ഫോം നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു പെർഫോമൻസ് വൈകിട്ടുണ്ട്. കുരമ്പാലയിലുള്ള ഒരു പടയണി ടീം അത് അവതരിപ്പിക്കുന്നു. ഈ പടയണി വിഷയമാകുന്ന ഒരേ ഒരു നോവൽ മലയാളത്തിൽ CV റെജിയുടേതാണ്. EV റെജി താമസിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഇതൊരു നദിയുടെ ആരംഭമാണ് ഈ കാണുന്നത്. ആദി പമ്പ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി, വരട്ടാർ എന്ന് പറയുന്ന ഒരു നദി, ആ നദിയുടെ കരയിലാണ് റെജി താമസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, കൂടുതൽ വെളിയിൽ നിന്നുള്ളവരില്ല, അതുകൊണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും, ഈ പമ്പയുടെ ഇരു തീരങ്ങളിലുമായി ഒട്ടേറെ കാവുകളുണ്ട്. കാവുകൾ, ഈ കാവുകളെന്ന് പറയുമ്പോൾ നമ്മൾ വടക്കൻ മേഖലയിൽ നമ്മൾ കാണുന്ന ദൈവസ്ഥാനങ്ങൾ, വടക്കുന്ന് വന്നിട്ടുള്ളവർക്ക് കൂടുതൽ പറഞ്ഞാൽ പരിചയം അതായിരിക്കും. ദേവസ്ഥാനങ്ങൾ എന്ന് പറയുന്നിടത്താണല്ലോ തെയ്യം, തിറ, ഇതൊക്കെ എന്ന് പറയുന്ന പോലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആരാധനാക്രമങ്ങളെന്ന് പറയുന്നത് അത്ര ബ്രാഹ്മണിക്കലല്ല. ഒരു ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിയുടെ ഒരു പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല. ആർക്കും ഈ കാവുകളിൽ ചെല്ലാം, അവിടെ ആരാധന നടത്താം. അങ്ങനെ വളരെ ജനകീയമായ ഒരു വർഷിപ്പിൻ്റെ ഇടങ്ങളാണ് ഈ കാവുകൾ എന്ന് പറയുന്നത്. ഈ കാവുകളുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ട്രാവൻകൂറിൽ, മധ്യ കേരളത്തിൽ എന്ന് തന്നെ പറയാം, മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒരു ആർട്ട് ഫോമാണ് ഈ പടയണി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിച്വൽ തിയേറ്റർ എന്ന് പറയാം. ഒരു റിച്വൽ തിയേറ്റർ, ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമാണ് എങ്കിൽ തന്നെ ഒരു റിച്വൽ അതും കൂടിയാണ്. അപ്പോൾ അത് വിഷയമാകുന്ന മലയാളത്തിലെ ഏക നോവൽ എന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു എഡിഷനിൽ ഈ നോവൽ ഒരു റീഡിങ്ങും ഒരു ചർച്ചയും കൂടെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. EV റെജി 90കളിൽ എഴുതി തുടങ്ങിയ ഒരാളാണ്. ചെറുകഥകളാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം എന്ന് പറയുന്നത് കോൾമി എന്ന് പറയുന്ന സമാഹാരമാണ്. 90കളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മോഡേണിസം, ആധുനികത എന്ന് പറയുന്നത് മലയാളത്തിൽ ഏതാണ്ട് അസ്തമിച്ചു, ഏതാണ്ട് പിൻവാങ്ങി. അതിൻ്റെ ഒരു ദൗത്യം പൂർണ്ണമായി നിറവേറ്റിയില്ലോ എന്നുള്ളത് വേറൊരു പ്രശ്നം. അത് അസ്തമിച്ചു കഴിഞ്ഞു. നമ്മുടെ എഴുത്ത് രീതികൾ വളരെ പെട്ടെന്ന് മാറുകയും പഴയ രീതികളിലേക്ക്, ഇപ്പം നമ്മളിവിടെ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത അമ്മണി വെട്ടുകേസ് എന്ന് പറയുന്ന ഈ ഇന്ദുഗോപൻ്റെയൊക്കെ റൈറ്റിങ്ങിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ 90കളിൽ ഉണ്ടാകുന്നതാണ്. അതായത് ആധുനികത മുന്നോട്ട് വെച്ച ഏറ്റവും അധികം പഴികേട്ട ഈ ദുർഗ്രാഹ്യത എന്നൊക്കെ പറയുന്ന അതൊക്കെ ഇല്ലാതായിട്ട് വീണ്ടും നമ്മുടെ റിയലിസത്തിൻ്റെ ആ ഒരു പ്രത്യേകതരം റിയലിസങ്ങളിലേക്ക് ഇന്നും മലയാള നോവൽ നിന്നിട്ടുള്ളത് ഈ റിയലിസത്തിൽ ബേസ് ചെയ്താണ്. അതിപ്പോൾ ഏതു തരം ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ പറയുന്നു ഇപ്പോൾ ഡിജിറ്റൽ റിയലിസത്തിൻ്റെ ഒരു കാലമാണ് എന്ന് പറയുന്നത്. പക്ഷേ ആ റിയലിസം പോകുന്നില്ല നമ്മുടെ നോവലിൽ നിന്ന്, നമ്മുടെ കഥയിൽ നിന്ന്, മലയാളത്തിൻ്റെ കഥയിൽ നിന്ന്. 125 വർഷമായിട്ടും അത് മാറുന്നില്ല. അപ്പോൾ ആ ഒരു ടേണിംഗ് പോയിന്റിൽ എഴുതി തുടങ്ങുന്ന ഒരാളാണ് റെജി. പിന്നീട് നോവലുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് മാതൃഭൂമി പബ്ലിഷ് ചെയ്ത റെജിയുടെ ദർശന ടാക്കീസ് എന്ന് പറയുന്ന ഒരു നോവൽ വരും. ഈ പ്രാദേശിക ജീവിതത്തിൻ്റെ രുചികൾ, മണങ്ങൾ, അതിൻ്റെ ഒരു ജൈവ വ്യവസ്ഥകൾ, ഇതെല്ലാം റെജിയുടെ എഴുത്തിൻ്റെ ഭാഗമാണ് എന്നും. ദർശന ടാക്കീസ് എന്ന് പറയുന്ന നോവൽ പറയുന്നത് റെജി താമസിക്കുന്ന ആ സ്ഥലത്തുള്ള ഒരു പഴയ ടാക്കീസിൻ്റെ, നമ്മുടെ ഈ സിനിമാ തിയേറ്ററുകളുടെ ആ ഒരു കാലം കഴിയുന്നു, പുതിയ ഡിജിറ്റൽ പ്രൊജക്ഷൻ്റെ ഒരു കാലം വരുന്നു. അപ്പോൾ അത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സിനിമയിൽ നമ്മളിത് സിനിമ പാരഡൈസോ പോലെയുള്ള വലിയ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു തരം ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവങ്ങളുടേതായിട്ട് മലയാളിയെ സംബന്ധിച്ച് അറിയാമല്ലോ. സിനിമ എന്ന് പറയുന്നത്, സിനിമ പാട്ടെന്ന് പറയുന്നത് ഒരു സിനിമയുടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു സിനിമാ ഗാനത്തിൽ ഒതുങ്ങുന്നതിൽ സംഗ്രഹിക്കാവുന്നതാണ് ഒരു ശരാശരി മലയാളി ചെറുപ്പക്കാരൻ്റെ ജീവിതം, ഒരു കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് കിടന്ന അതുമായി ബന്ധപ്പെട്ടാണ് ഈ ദർശന ടാക്കീസ് എന്ന് പറയുന്ന നോവൽ വരുന്നത്.
അതിന് ശേഷമുള്ള റജിയുടെ കൃതികളെന്ന് പറയുന്നത് അശാന്തിയുടെ പ്രതിച്ഛായകൾ എന്ന് പറയുന്ന നോവൽ പിന്നീട് വരുന്നു. അതിൽ ഭാഗികമായി പടയണി വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് റജി ഇപ്പോൾ ഈ 1 വർഷം മുൻപ് പബ്ലിഷ് ചെയ്ത കൈരളി ബുക്സ് പബ്ലിഷ് ചെയ്ത ബുക്കാണ് ദേവീസ്തവം എന്ന് പറയുന്നത്. ദേവീസ്തവം എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്കെല്ലാവർക്കും അറിയാം. പടയണി വിഷയമാകുന്ന, അല്ലെങ്കിൽ പടയണിയിൽ വേരുകൾ ഊന്നിക്കൊണ്ട് വളർന്ന് പന്തലിച്ച ഒരു വലിയ കവിയുടെ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ ടൈറ്റിലാണ് ദേവീസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ നോവൽ ഇണക്കിക്കൊണ്ട് ഒരു നാടിൻ്റെ ജൈവ വ്യവസ്ഥയുമായി ഒരു അനുഷ്ഠാന കലാരൂപം എങ്ങനെയാണ് ഇഴുകിച്ചേർന്ന് കിടക്കുന്നത്, എങ്ങനെയാണ് അതൊരു പ്രതിരോധത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടെടുപ്പുകളുടെ ഒക്കെ ഒരു സാധ്യതയാക്കി ഈ കലാരൂപത്തെ ഒരു എഴുത്തുകാരൻ മാറ്റിയെടുക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു നോവലാണ് ദേവീസ്തവം. അപ്പം ദേവീസ്തവത്തിലെ ഇത് പടയണി ഇന്നിവിടെ പെർഫോം ചെയ്യുന്നു. നാളെ അതിനെപ്പറ്റി വളരെ ഗംഭീരമായ ഒരു ചർച്ച നമ്മൾ വെച്ചിട്ടുണ്ട്, പടയണി എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ പറ്റി. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഈ റജിയുടെ ഈ നോവൽ ചർച്ചയ്ക്ക് വരുന്നു. നമുക്ക് ആ ദേവീസ്തവത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം റജി വായിക്കും. വായിച്ചതിന് ശേഷം നമുക്ക് റജിയുടെ ആ എഴുത്തിൻ്റെ രീതികളെപ്പറ്റി കേൾക്കാം. നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ളത് റജിയോട് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, രാജഗോപാൽ ഇവിടെ പറഞ്ഞതുപോലെ എഴുത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു നിഷേധത്തിൻ്റെ സ്വഭാവമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മൾ ജീവിച്ച പരിസരങ്ങളോടും നമ്മളുടെ അനുഭവങ്ങളോടും ഒക്കെ എതിർ നീക്കുന്ന ഒരു സ്വഭാവം പൊതുവെ എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു കലാപത്തിൻ്റെ കാലത്ത് നിന്ന് സഞ്ചരിക്കുകയും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ, ഒരു അന്വേഷണത്തിൻ്റെ തിരിച്ചുവരവ് വാസ്തവത്തിൽ എല്ലാ എഴുത്തുകാർക്കും ഉള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തിരിച്ചുവരവിലാണ് യഥാർത്ഥത്തിൽ അയാളുടെ സ്വത്വത്തെ പൂർത്തീകരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ബിംബവൽക്കരിച്ച് ഒരു ആഖ്യാന കലയിലൂടെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് അത്തരം ഒരു ഘട്ടത്തിലായിരിക്കും. അങ്ങനെയാണ് ഈ ദേവീസ്തവം എന്ന് പറയുന്ന നോവലിലേക്ക് ഞാൻ വന്നത്. ഇപ്പോൾ ഒരു നോവൽ ഏതാണ്ട് 400-ലധികം പേജുകളുള്ള ഒരു നോവലാണ്. പടയണി പോലെ തന്നെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ജനകീയ അനുഷ്ഠാന കലയെ എങ്ങനെയാണ് ഒരു ഗദ്യത്തിൻ്റെ പരിമിതികളിലേക്ക് അല്ലെങ്കിൽ ഒരു നോവൽ സൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു കാര്യമാണ്. അപ്പോൾ എങ്കിൽ പോലും അതിൻ്റെ ഒരു കണ്ടൻറ്റിനെ കേന്ദ്രീകരിച്ച് അത് മുമ്പോട്ട് വെക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയത്തെയും അതിനെ ജാതി ഈ വ്യവസ്ഥയിൽ ഊന്നിയുള്ള പടയണിയെ ജാതിരഹിതമാക്കി മാറ്റുന്ന ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടും ഒക്കെയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തിലൂടെ ആവിഷ്കരിച്ച് കൊണ്ടുവരേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാജിക്കൽ റിയലിസം പടയണിയിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കാളി നാടകമാണ്. അത് നാടകമാണ്. പരമശിവനാണ് ഇതിൻ്റെ സംവിധായകൻ. കാളി ഊളികളും ശിവൻ്റെ ഭൂതഗണങ്ങളും എല്ലാം ചേർന്ന് മഹാഭൈരവിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നൃത്ത സംഗീത നാടകമാണ് പടയണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു നോവലിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ വളരെ സാഹസികമായ ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ മജ്ജയിലും മാംസത്തിലും നിന്നുകൊണ്ട് ആണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ചെറിയൊരു അധ്യായം വായിക്കാം. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ്റ് വരുന്ന ഒരു ഭാഗം വായിക്കാമെന്നായിരുന്നു, പക്ഷെങ്കിൽ സമയപരിമിതി മൂലം അത് ഒഴിവാക്കുകയാണ്. അത് വേറൊരു ഭാഗം വായിക്കാം. ഓക്കെ പറയാം. അതായത് ഇതിനകത്ത് 50 വർഷമായിട്ട് പടയണി മുടങ്ങിപ്പോയ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. 50 വർഷം മുമ്പ് നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു പ്രമുഖനായ തുള്ളക്കാരനെ പടയണിക്കളത്തിൽ വെച്ച് തന്നെ ഈ കാലങ്കോലം തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിക്കൊല്ലാനുള്ള കാരണം എന്ന് പറയുന്നത് കീഴ്ജാതിക്കാരായ ആൾക്കാരെ കൂടെ പടയണിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം പുള്ളി മുമ്പോട്ട് വെച്ചു. യഥാർത്ഥത്തിൽ കീഴ്ജാതിക്കാർക്ക് അവകാശപ്പെട്ടതാണ്. ഒരു കാലത്ത് അവരുടേതായിരുന്നു ഈ കല എന്നുള്ളത് ഇതിൻ്റെ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. പിന്നെ ഈ നൃത്തത്തിൻ്റെ സ്വഭാവമൊക്കെ ഈ കാർഷിക വൃത്തിയുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു നായർ മേധാവിത്വം വരുന്നുണ്ട്. നായർ മേധാവിത്വം വരികയും ഈ പറഞ്ഞ താഴേക്കിടയിലുള്ള അടിസ്ഥാന വർഗം അവരെ മറ്റൊരു പൊളിറ്റിക്കൽ പ്രത്യയശാസ്ത്രം അവരെ ഈ കളത്തിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയി നിൻ്റെ സ്വത്വം എന്ന് പറയുന്നത് തൊഴിലാളിയുടേതാണ്,
എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി അവന് ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ കളത്തിൽ നിന്ന് ഈ പറയുന്ന വിഭാഗം അകറ്റപ്പെട്ടു പോയത്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടുള്ള കൊച്ചുരാമൻ പിള്ള എന്ന് പറയുന്ന ആൾ അവരെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ അത് സമ്മതിക്കാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ അങ്ങനെ അവരെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരിതെല്ലാം ആകപ്പാടെ അശുദ്ധമാക്കും, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഈ ക്ഷേത്രം കൊള്ളയടിക്കും, ഇയാളുടെ താല്പര്യം അതാണ്, അവരെ നിർത്തിക്കൊണ്ട് ഇത് കൊള്ളയടിക്കാനുള്ളതാണെന്നുള്ള അത്തരത്തിലുള്ള പ്രചരണമൊക്കെ നടത്തുകയും അവസാനം ഇയാളെ കൊല്ലുക എന്നുള്ള തീരുമാനമെടുക്കും. അങ്ങനെ കൊല്ലുകയാണ്. പിന്നെ 51 വർഷത്തിന് ശേഷം അയാളുടെ മകൻ്റെ മകൻ, അയാൾ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരികയും ഈ പടയണി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ ആദ്യത്തെ വർഷം ആ ശ്രമം പരാജയപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ വർഷം പൂർവാധികം ശക്തിയോടുകൂടി ഇതിലേക്ക് പോവുകയും അങ്ങനെ അത് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ വേണു എന്ന് പറയുന്ന ഈ കൊച്ചുമകനാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പിന്നിൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥത്തിൽ ശക്തിയാണ്. ശക്തി എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ദേവി എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തിന് ഒരു ദേവി ശക്തി പലപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ഇയാൾ നിരാശപ്പെട്ട് പിൻവാങ്ങുന്ന ഘട്ടങ്ങളിലെല്ലാം പിന്നെ അവരാണ് വളരെ ബുദ്ധിപൂർവ്വം ഇതിനകത്ത് ഇടപെടുന്നതും അയാളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശക്തി എന്ന് പറയുന്ന ആ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിലുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ട ഈ മുതുമുത്തച്ഛൻ പിന്നെ ഭൈരവിയായും മറതയായും യക്ഷിയായും ഒക്കെ ഇയാളുടെ സ്വപ്നത്തിലും ജാഗ്രതത്തിലുമൊക്കെ കടന്നു വരുന്നു. അയാളും ഇദ്ദേഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മനുഷ്യരാണ് യഥാർത്ഥത്തിൽ വേണു എന്ന് പറയുന്ന ആളിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത് ഈ കൊച്ചുരാമൻ പിള്ളയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ഈ അധ്യായത്തിൻ്റെ പേര് കോടമഞ്ഞും നിലാവും ഇണചേർന്ന രാത്രി എന്നാണ്. ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, റെജിയുടെ എഴുത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് മലയാളികൾക്ക് പൊതുവേ ഒരു ധാരണ നമ്മളിലെല്ലാം വന്ന് പെട്ടിട്ടുണ്ട്, നമ്മുടെ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് വള്ളുവനാടനാണ്. നമ്മുടെ വള്ളുവനാടനാണ്, വടക്കുള്ള ഒരു ഭാഷ. MT അത് യൂസ് ചെയ്ത് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ MT അത് യൂസ് ചെയ്തത് വളരെ ജെന്യൂനായിട്ടാണ്. പക്ഷേ അതാണ് കേരളം മുഴുവനുള്ള ഒരു ഭാഷ. കേരളത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്, ഇപ്പോൾ മലയാളത്തെ പറ്റി തന്നെ നമ്മൾ പറയുമ്പോഴും 6 മലയാളിക്ക് 100 മലയാളം എന്നാണ്. അപ്പോൾ ഈ ഭാഷകൾക്കെല്ലാം ഒരേ ഇതാണ്. അപ്പോൾ റെജി ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ ഈ മധ്യ കേരളത്തിൽ ഉപയോഗിക്കുന്ന, ഒരുപക്ഷെ നരേന്ദ്രപ്രസാദ് സാറൊക്കെ നാടകത്തിൽ ഉപയോഗിച്ച, പാറപ്പുറത്തിനെ പോലെയുള്ളവർ ഉപയോഗിച്ച ആ മധ്യ കേരളത്തിലെ തനി മലയാളത്തിൻ്റെ, നമ്മുടെ ഒരു മലയാളത്തിൻ്റെ അതിൻ്റെ ഫ്ലേവറാണ് റെജിയുടെ ഭാഷയ്ക്കുള്ളത്. അതും കൂടെ ശ്രദ്ധിക്കണം. അത്ര ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരം ഒരു ഭാഷ കൊണ്ട് മാത്രമേ നമുക്കിതിനെ പൂരിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വത്തും നഷ്ടപ്പെട്ടു. കാരണം അത്രമാത്രം ഗ്രാമീണ ജീവിതത്തിൻ്റെ മണ്ണിൽ തായ്വേറുള്ള ഒരു അനുഷ്ഠാന കലയാണ് പടയണി എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൻ്റെ പേര് 17ാമത്തെ അധ്യായമാണ്. 40 അധ്യായമാണ് ഇതിനകത്ത് ഉള്ളത്. കോടമഞ്ഞും നിലാവും ഇണചേർന്ന രാത്രി എന്നാണ് അധ്യായത്തിൻ്റെ പേര്. മകരമാസത്തിലെ ഒരു രാത്രി, പാക്കഞ്ഞികുടി കഴിഞ്ഞപ്പോൾ തന്നെ നാണുള്ള മറ്റുള്ളവരുടെ കഞ്ഞികുടിയെപ്പറ്റി തിരക്കി. അത് കഴിഞ്ഞ് ദേവകി കഞ്ഞി കുടിച്ചിട്ട് വരാനായി അയാൾ കാത്തുകിടന്നു. അവർ വന്നു കിടന്നപ്പോൾ പതിവ് പോലെ ആദ്യം നാണുള്ള ദേവകിയെ അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞും ചെരിഞ്ഞുമൊക്കെ ഒന്ന് നോക്കി. പിന്നെ നിലാവരിച്ചിറങ്ങിയ മുറിയിലെ നേർത്ത വെളിച്ചത്തിൽ ദേവകിയുടെ നഗ്നത അയാൾ ആർത്തിയോടെ കണ്ടു. വൃശ്ചികത്തിൽ പുഴയിറങ്ങുമ്പോൾ തീരത്തടിഞ്ഞുകൂടുന്ന സമ്പുഷ്ടമായ എക്കൽപ്പുറ്റുകൾ പോലെയായിരുന്നു അയാൾക്ക് അവരുടെ ശരീരം. എക്കൽപ്പുറ്റുകൾ വെട്ടിനിരത്താൻ വല്ലാത്തൊരു ശേലാണ്. എല്ലാം വെട്ടിനിരത്തി തടമെടുത്ത് വിത്തൊന്നു വീഴ്ത്തിയാൽ മതി, പിറ്റേന്ന് അതവിടെ പൊട്ടിമുളയ്ക്കും. ആ തൂമ്പയുടെ ആയത്തിൽ നാണുള്ള ദേവകിയുടെ ശരീരത്തിലേക്ക് വീണു. പിന്നെ കുറച്ചു നേരത്തെ ഭ്രാന്തൻ പരാക്രമങ്ങൾ, അരസികൻ്റെ അള്ളലും മാന്തലും മുക്രയിടിയിലും. ഒടുക്കം വറപൊടി വീണ പന്തം കണക്കെ അയാൾ ഭും എന്ന് ആളിക്കത്തി. തുടർന്ന് ആ തീ ദുർബലമായി അണഞ്ഞ് പുകഞ്ഞ് ദേവകിയുടെ വലത്തരികിലേക്ക് നിപതിച്ചു. പതിവ് പോലെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയാതെ ദേവകി തൻ്റെ 1.5 മുറുക്കി. ആത്മനിന്ദയുടെ കയ്പ്, പരാജിതൻ്റെ വൈക്ലഭ്യം, ഭീരുവിൻ്റെ അങ്കലാപ്പ്, കോമാളിയായ പരദേശിയുടെ മുഖത്തെ ഏങ്കോണിപ്പ്, ഇതെല്ലാം ഒന്നിച്ചനുഭവിച്ചു നാണുള്ള. അതയാളെ വന്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു. സ്വന്തം കരുത്ത് പ്രകടിപ്പിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിട്ട് അത് നടക്കാതെ വന്നപ്പോൾ ഭ്രാന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നായി അയാൾക്ക്.
മനസ്സും ശരീരവുമെല്ലാം ഒരു പോർമുന പോലെയാക്കി എവിടെയെങ്കിലും പ്രയോഗിക്കണമെന്ന തീവ്രവും വന്യവുമായ ബോധം അയാളെ കീഴടക്കി. പെട്ടെന്ന് നാണുള്ള കോണകം മുറുക്കി എഴുന്നേറ്റു. എനിക്ക് കണ്ടം വരെ ഒന്ന് പോകണം. ചിറ ആരെങ്കിലും മുറിച്ചോന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ. ആ രാമകൃഷ്ണൻ്റെ നമ്മുടെ അടുത്ത് കിടക്കുന്ന കണ്ടം, അവൻ ചതിയനാ. കോരൻ നമുക്ക് ചവിട്ടിയത് വല്ലോനും മുറിച്ചു വെച്ചാൽ ഞാനൊന്ന് നോക്കിയിട്ട് ഉടനെ ഇങ്ങ് വരാം. എല്ലാം ഇങ്ങനെ തൻ്റെ മുഖത്ത് നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ നാണുള്ള പറഞ്ഞത് കേട്ടപ്പോൾ ദേവകിക്ക് അയാളോട് പുച്ഛം മാത്രമല്ല തോന്നിയത്, ഭയവും വെറുപ്പും സഹതാപവുമായിരുന്നു. എന്നാൽ ആ വികാരങ്ങളെല്ലാം അടക്കി അതിൻ്റെ എല്ലാം നോവിൽ നിന്നുകൊണ്ട് ദേവകി ചോദിച്ചു, അതിനിപ്പം ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് പോകണോ? ഓ, അത് സാരമില്ല, നീ കടന്നോ, ഞാൻ ഉടനെ ഇങ്ങ് വന്നേക്കാം. മെരുങ്ങാത്ത ഏതോ ഒരു കാട്ടുജീവിയെപ്പോലെയാണ് നാണുള്ളയെ ആ നേരം ദേവകിക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ തുടർന്നൊന്നും ചോദിക്കാനും പറയാനും അവർക്ക് തോന്നിയില്ല. തലയെക്കെട്ടും പൊതയും വായിലൽപ്പം പുകയിലഞ്ഞിട്ടുമിട്ട് അയാൾ മുറ്റത്തേക്കിറങ്ങി. ചൂട്ടുകറ്റ ഒരെണ്ണം അവിടെ ഇരുന്നത് കത്തിച്ച് ആ രാത്രിയെ കീറി മുറിച്ച് വീശിക്കൊണ്ട് നാണുള്ള ദേവകിയെ ഒന്ന് നോക്കി. അവരുടെ മുഖത്തെ ആകുലതയുടെ നിഴൽ കണ്ടിട്ടെന്ന പോലെ അയാളുടെ തീജ്വാലയിൽ ജ്വലിച്ചതുപോലെയുള്ള മുഖം പറഞ്ഞു, പറഞ്ഞില്ലേ, പോയി കടന്നു, ഞാൻ താമസിക്കത്തില്ല. പിന്നെ നാണുള്ള നടന്നു മറയുന്നതുവരെ ദേവകി അങ്ങോട്ട് നോക്കി നിന്നു. ദൂരെ ഇരുളിൻ്റെ അങ്ങേയറ്റത്തേക്ക് അയാൾ പോകുമ്പോൾ ചൂട്ടുകറ്റയിലെ തീ ആ ഇരുണ്ട അന്തരീക്ഷത്തിൽ ഒരു അർത്ഥവൃത്തം പോലെ ഒരേ താളത്തിൽ ചലിക്കുന്ന കാഴ്ച തൻ്റെ മനസ്സിനെ പേടിപ്പെടുത്തുന്നതായി ദേവകിക്ക് തോന്നി. അവൾ വേഗം അകത്തേക്ക് കയറി കതകടച്ചു. കോടമഞ്ഞും നിലാവും ഇണചേർന്ന് കിടക്കുന്ന രാത്രിയിലൂടെ നടക്കുമ്പോൾ തനിക്കുള്ള വഴിത്താരയുടെ ചാൽ നീണ്ട് നീണ്ട് അനന്തമായി കിടക്കുന്നത് പോലെ നാണുള്ളയ്ക്ക് തോന്നി. ആരോ തനിക്കുള്ള വഴിയൊരുക്കിയതുപോലെ. കാളിവാഴ ഇലകളിൽ ചിറകടിച്ച് ശബ്ദമുണ്ടാക്കി വാവലുകൾ തലങ്ങും വിലങ്ങും പറന്നു. ചീവീടുകൾ പാടത്തിൻ്റെ വിസ്തൃതിയിലേക്ക് അയാളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് പോലെ ശ്രുതി മീട്ടിക്കൊണ്ടിരുന്നു. തെങ്ങുകളും കമുകുകളും മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെ പോലെ നിശ്ചലം നിന്നു. കരയെല്ലാം പിന്നിട്ട നാണുള്ള അതിരുകൾ അലിഞ്ഞില്ലാതായി കിടക്കുന്ന നരയൻകൊല്ലി പാടത്തിൻ്റെ കരയ്ക്കെത്തി. പാടത്തിൻ്റെ വിശാലതയിലേക്ക് അയാളൊന്ന് കണ്ണുവായിച്ചു. വിസ്തൃതമായ നേർത്ത പച്ചപ്പ്, അതിനെ നേർത്തതാക്കിയത് നിലാവും കോടമഞ്ഞുമായിരുന്നു. പാടത്തിൻ്റെ മധ്യഭാഗത്തായി വരുന്ന വിരുത്തിത്തറ ഏതാണ്ട് 4 സെൻറ്റ് വരുന്ന ഒരു തുരുത്താണ്. വലിയ കാലൻ തെങ്ങുകൾ 4-5 എല്ലാറ്റിനും സാക്ഷികൾ എന്നതുപോലെയോ ശാപമോക്ഷം കാത്തു നിൽക്കുന്ന ആത്മാക്കളെ പോലെയോ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഒരിക്കലും കായ്ച്ചിട്ടില്ലാത്ത ഒരു മുത്തശ്ശിമാവ്. തുരുത്തിൻ്റെ ചുറ്റിലും അതിൻ്റെ സംരക്ഷകരെ പോലെ ഒട്ടലുകളും. നാണുള്ള പാടവരമ്പത്തൂടെ നടന്ന് കണ്ടത്തിൻ്റെ മധ്യഭാഗത്തെത്തി വിരുത്തിത്തറയിലേക്ക് ഒന്ന് നോക്കി. പാടത്തിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ തറയിലൂടെ ഒരു വഴിത്താരയുണ്ട്. ഒട്ടലുകൾ അകറ്റി മാറ്റിയിട്ട് നാണുള്ള തറയിലേക്ക് നടന്നു. അവിടെ നിന്നുകൊണ്ട് ഒന്ന് പിന്നോക്കം നോക്കി. താൻ വന്ന ദിശ ഇപ്പോൾ വ്യക്തമാവാത്തതുപോലെ മഞ്ഞിലും നിലാവിലും അമർന്നിരിക്കുന്നതായി അയാൾ കണ്ടു. തുരുത്ത് മുറിച്ച് പടിഞ്ഞാറേ കണ്ടത്തിലേക്കിറങ്ങിയ അയാൾ വരമ്പത്തൂടെ നടന്ന് ചാലിൻ്റെ അരികിലെത്തി. അവിടെ നിന്ന് രാമകൃഷ്ണൻ്റെ കണ്ടത്തിൻ്റെ വരമ്പത്തേക്കും. കോരൻ ചക്രം ചവിട്ടി നിറച്ച രാമകൃഷ്ണൻ്റെ കണ്ടത്തിലെ നെൽച്ചുവടുകളിൽ വെള്ളം പരന്നു കിടക്കുന്നത് കണ്ട് നാണുള്ള മനസ്സിൽ പറഞ്ഞു, ഇന്നത്തെ വെള്ളം നിൻ്റേത് തന്നെയാണ്, എന്നാൽ ഇന്ന് നിൻ്റെ വെള്ളം എനിക്ക് വേണം. ആ വെള്ളത്തിലേക്ക് പുകയില നീര് ഒന്ന് നീട്ടിത്തുപ്പിയിട്ട് നാണുള്ള രാമകൃഷ്ണൻ്റെ കണ്ടത്തിൻ്റെ ചിറ തൻ്റെ 10 പറ താക്കണ്ടത്തിലേക്ക് മുറിച്ചു വെച്ചു. തെറ്റാണ് ചെയ്യുന്നതെന്നറിയാമായിരുന്നെങ്കിലും തിരിച്ചറിവിനെ ദുർബലപ്പെടുത്തിയ ഒരു ധാർഷ്ട്യം അയാളിൽ നിറഞ്ഞിരുന്നു. ചിറ മുറിഞ്ഞപ്പോൾ ആ തോട്ടിലൂടെ ഒഴുകിയ ജലധാരയുടെ ശബ്ദം തന്നോട് എന്തോ പറയുന്നതായി അയാൾക്ക് തോന്നി. എന്നാൽ അയാൾ അതൊന്നും വകവച്ചില്ല. അവൻ അങ്ങ് ചവയ്ക്കണ്ട എന്ന് പറഞ്ഞ് നാണുള്ള കൈ കഴുകാനായി അവിടെ ഇരുന്നു. പെട്ടെന്ന് അടിവയറ്റിൽ ഒരു നേർത്ത നോവലുണ്ടായി. അത് ഉടനെ തന്നെ ഒരു കീഴ്ശ്വാസമായി പോയി. അതൊരു കീറ്റത്തുണി വലിച്ചു കീറുന്ന ശബ്ദം പോലെയാണ് അയാളുടെ ഭഗന്തരം മുറ്റിയ ഗുദത്തിലൂടെ പുറത്തേക്ക് പോയത്. നേരിയ ആശ്വാസത്തിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് അയാൾ പാടപ്പരപ്പിലേക്ക് വീണ്ടും കണ്ണ് പായിച്ചു. വിശാലമായ ആ പാടത്തിലെ രാത്രിയുടെ ഘനസാന്ദ്രതയിൽ തൻ്റെ കീഴ്ശബ്ദം എത്ര നിരർത്ഥകം എന്ന് നാണുള്ളയ്ക്ക് തോന്നി. ഒന്ന് മുക്കി എഴുന്നേറ്റ് ഇടത്തെ മോണയിൽ ഒതുക്കി വച്ചിരുന്ന പുകയിലഞ്ഞിട്ട് ആ ഒഴുക്കുവെള്ളത്തിലേക്ക് അയാൾ തുപ്പിക്കളഞ്ഞു. ആ വെള്ളം കൊണ്ട് തന്നെ വായും കഴുകി. പിന്നെ എഴുന്നേറ്റ് ചൂട്ടുകറ്റ ഒന്ന് ഉയർത്തി വീശിയിട്ട് തൻ്റെ കണ്ടത്തിലേക്ക് ഓടിപ്പരക്കുന്ന വെള്ളം നേർത്ത നിലാവട്ടത്തിൽ നാണുള്ള തൃപ്തിയോടെ നോക്കിക്കണ്ടു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പോയേക്കാം, പോയിട്ട് വെളുപ്പിന് വന്ന് ചിറ അടച്ചേക്കാം, അതുവരെ അങ്ങോട്ട് നനയട്ട് എന്ന് പറഞ്ഞ് അയാൾ തിരികെ നടന്നു. വിരുത്തിത്തറയിലേക്ക് കയറിയപ്പോൾ ഒന്നുകൂടി തൻ്റെ കണ്ടത്തിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കി. നാണുള്ള തറ മുറിച്ച് കടക്കുന്ന നേരത്ത് അനുജൻ കൊച്ചുരാമൻപിള്ള കുന്നത്തൂരമ്പലത്തിലെ ആഴിയും പടുക്കയും കണ്ടിട്ട് കല്ലൂരേക്ക് മടങ്ങി വരികയായിരുന്നു. ആറ്റുകടവിൽ വന്ന് അയാൾ കയ്യും കാലും മുഖവുമൊക്കെ ഒന്ന് കഴുകി കളരിയിലേക്ക് നോക്കി ഒന്ന് തൊഴുതിട്ട് മുറ്റം കടന്ന് തിണ്ണയിലേക്ക് കയറുന്നതിന് മുമ്പ് കിണ്ടിയിലെ വെള്ളമെടുത്ത് കാൽപാദവും കഴുകി. എന്നിട്ട് വാതിലിൽ മുട്ടി. ഒരനക്കവുമില്ല. കൊച്ചുരാമൻപിള്ള ഓർത്തു, അമ്മയുണ്ടായിരുന്നെങ്കിൽ വാതിലടക്കില്ലായിരുന്നു. താൻ എവിടെയെങ്കിലും പോയാൽ വരുന്നതുവരെ വാതിൽക്കൽ കാത്തിരിക്കും. ആ, എല്ലാം വിധി. അല്ലെങ്കിൽ ഇത്ര ചെറുപ്പത്തിലെ. ആരാ, കൊച്ചുരാമനാണോ? ദേവകി എഴുന്നേറ്റ് ചെന്ന് ചോദിച്ചു. അതെ. അവൾ കതവ് തുറന്നു. എന്തെങ്കിലും കഴിച്ചതാണോ? ആ, പടുക്കയ്ക്ക് പോയതാ. അവിടെ തെരളിയും ചുക്കുകാപ്പിയും ഉണ്ടായിരുന്നു. 4-5 കഴിച്ചു. ഇനിയിപ്പോൾ ഒന്നും വേണ്ട. കൊച്ചാറിന് എന്തിയേ? കണ്ടത്തിലോട്ട് പോയി. ഞാൻ പറഞ്ഞതാ ഈ പാതിരാത്രിയിൽ. അച്ഛൻ വെട്ടിപ്പുറത്തെ മന്ത്രവാദം കഴിഞ്ഞിനി എപ്പോൾ വരുമെന്ന് ആർക്കറിയാം. വല്ലതും പറഞ്ഞായിരുന്നോ? മിക്കവാറും നാളത്തേക്കേ ഉള്ളെന്നാണ് പറഞ്ഞത്. അമ്മേ പരാശക്തി. കൊച്ചുരാമൻപിള്ള ചാവടിയിലേക്ക് പോയി. അവിടെയാണ് അയാളുടെ കിടപ്പ്. അയാൾ കൈകാൽ നിവർത്തി കണ്ണുകളടച്ച് ജപിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ദേവകി അവിടേക്കെത്തി. ദാണ്ട് ചൂടുവെള്ളം വേണേൽ ഇതിലുണ്ട്. കൊച്ചുരാമൻപിള്ള മെല്ലെ കണ്ണുകൾ തുറന്നു. ജപം മുറിഞ്ഞതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ അയാൾ പറഞ്ഞു, ആ, ഞാൻ എടുത്തോളാം. ദേവകി കൈവിളക്കുമായി അവിടെ നിന്ന് തിരിയുമ്പോൾ നിലാവിൻ്റെയോ തൻ്റെ കയ്യിലെ കൈവിളക്കിൻ്റെയോ നേർത്ത വെട്ടത്തിൽ കൊച്ചുരാമൻപിള്ളയുടെ രോമാവൃതമായ വിരിഞ്ഞ നെഞ്ച് തൻ്റെ കണ്ണിലുടക്കിയോ എന്ന് അവൾ ശങ്കിച്ചു. വിളക്കൂതി കിടക്കുമ്പോഴും തന്നോട് തന്നെ ആശങ്കയോടെ അവൾ പറഞ്ഞു, ഇല്ല, താൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇരുട്ട്. വെളുക്കാനിനി 2.5 നാഴികയുണ്ട്. ഇരുള് എന്തിനെയൊക്കെയോ മറയ്ക്കുന്നു. ഒളിക്കാൻ ഒരുപാടിടം പോലെ ഇരുള് തൻ്റെ ജീവിതത്തെ ആകെ ഗ്രസിക്കുന്നതായി അവൾക്ക് തോന്നി. നെഞ്ച് ഉയർന്നു താഴ്ന്നത് അവൾ തൊട്ടുനോക്കി. മേലാസകലം പെട്ടെന്നൊരു ചൂട് പരക്കുന്നത് പോലെ. ഇരുള് ദേവകിയോടപ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, അവസരം എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. എല്ലാം പരാശക്തിയുടെ നിശ്ചയങ്ങളായി മാത്രം കാണുക. ഒരുപക്ഷെ ഇപ്പോഴല്ലെങ്കിൽ ഈ മോഹഭംഗം നിന്നെ ജീവിതം മുഴുവൻ വേട്ടയാടും. കാരണം ഇത് രമിക്കലിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, പരമ്പരയുടെ പ്രശ്നം കൂടിയാണ്. 6 കൊല്ലം കഴിഞ്ഞിട്ടും നിൻ്റെ കുളി തെറ്റിയിട്ടില്ല. അത് തെറ്റിക്കാൻ നിൻ്റെ ഭർത്താവിന് ഇനി കഴിയുകയുമില്ല. എല്ലാറ്റിനും കഴിവുള്ളവനാ അപ്പുറത്ത് കിടക്കുന്നത്. എഴുന്നേറ്റ് ചെല്ല്. ഒന്ന് ദീർഘം ശ്വസിച്ചിട്ട് ആ കിടപ്പിൽ കിടന്ന് ദേവകി തൻ്റെ കൈകൾ കൂപ്പി. നേർത്ത കരച്ചിൽ പോലെയായിരുന്നു അവളുടെ ആത്മഗതം. എൻ്റെ പൊന്നു തമ്പുരാട്ടി, എന്താ ഇത്? ഇതാണ് നേര്. ദേവകി പരിഭ്രമത്തോടെ ഇരുപുറവും നോക്കി. അത് പറഞ്ഞതാരാണ്? ഈ ഇരുളോ അതോ ഇരുളിൻ്റെ ഉള്ളിലെ വെളിച്ചമോ? ദേവകി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കെട്ടുപോയി ഇപ്പോൾ ദേവകിയുടെ ഉള്ളിലെ അവസാനത്തെ തിരുനാളവും. ഉള്ളിൽ കനത്ത ഇരുള് തിര പോലെ ഇളകി. ആ തിരത്തേരിൽ കൊച്ചുരാമൻ എന്ന എല്ലാം തികഞ്ഞവനും. കത്തിച്ച കൈവിളക്കുമായി ദേവകി ചാവടിയിലേക്ക് ചെന്നു. മയങ്ങിക്കിടക്കുന്ന കൊച്ചുരാമൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തൻ്റെ ശ്വാസഗതി ഈ ഭൂമിയെ തന്നെ കുലുക്കുന്നതായി അവൾക്ക് തോന്നി. തൻ്റെ കയ്യിലെ കൈവിളക്ക് ഊതിക്കെടുത്താൻ വരുന്ന കാറ്റിനെ ആരോ പ്രതിരോധിക്കുന്നതായി തോന്നി. ആ പ്രതിരോധ കവചത്തിൻ്റെ കണ്ണുകൾ അവളോട് പറഞ്ഞു, പേടിക്കേണ്ട ദേവകി, ഇത് നിനക്ക് വിധിച്ചിട്ടുള്ളതാണ്. അതിനെ നിനക്കെങ്ങനെ തടയാനാകും? ഈ അവസരം നിനക്ക് മാത്രമുള്ളതാണ്. ദേവകിയുടെ വലത്തെ കൈവള്ള വല്ലാത്തൊരു വിറയലോടെ ഇപ്പോൾ കൊച്ചുരാമനിലേക്ക് നീണ്ടു ചെന്നു. തരിക്കുന്ന അവരുടെ കൈത്തലം അവിടെ നിന്നെടുക്കാൻ അവൾക്ക് ആയില്ല. കൊച്ചുരാമൻ എന്താണ് ഉണ്ടായതെന്നറിയാതെ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അവിശ്വസനീയതയോടെ അയാളുടെ കണ്ണുകൾ ദേവകിയെ ഒന്ന് നോക്കി. ഓർമ്മ വെച്ച നാളു മുതൽ അറിയുന്ന അവളെ അയാൾ ഇങ്ങനെയൊന്ന് നോക്കിയിട്ടേയില്ല. എരിയുന്ന പന്തം കണക്കെ ജ്വലിച്ചിരുന്നു അയാളുടെ കണ്ണുകൾ. പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ അയാൾ, പോകൂ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് അവളോട് പൊട്ടിത്തെറിച്ചു. കൊച്ചുരാമൻ ഇങ്ങനെ ആജ്ഞാപിച്ചപ്പോഴും ദേവകിയുടെ കണ്ണിലെ മോഹത്തിൻ്റെ തിളക്കം തൻ്റെ ഉള്ളിൽ വന്ന് കൊള്ളുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. അയാൾ തിടുക്കത്തോടെ കണ്ണുകളടച്ച് മഹാകാളി, മഹാശക്തി, മഹാരൂപേ എന്നിങ്ങനെ അകമേ ജപിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അയാൾ കണ്ണുകൾ ഒന്ന് തുറന്നപ്പോൾ ദേവകിയുടെ കണ്ഠമിടറി. കൊച്ചുരാമ, അത്രേ അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നുള്ളൂ. ആ ശബ്ദത്തിൽ കാമത്തിൻ്റെ തിളപ്പായിരുന്നോ അതോ ക്ഷമാപണത്തിൻ്റെ ദൈന്യമോ? ദേവകിക്ക് അറിയില്ലായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് കൈവിളക്ക് നിലത്തേക്ക് വീണണഞ്ഞു. പിന്നെ ഇരുളായി. ദേവകി കൊച്ചുരാമൻപിള്ളയുടെ നെഞ്ചിലേക്ക് വീണമർന്നു. സ്ത്രീയുടെ ഗന്ധം, പുരുഷൻ്റെ മജ്ജയിലേക്കും മാംസത്തിലേക്കും പടർന്നു കയറിയ സ്ത്രീയുടെ കാമത്തിൻ്റെ അഗ്നി.
ഇവയൊക്കെ ആദ്യാനുഭവത്തിൻ്റെ ആഘാതമെന്ന് ഇതിലുപരി കൊച്ചുരാമൻ പിള്ളയുടെ നെഞ്ചിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ കരുത്തായി വന്നു പതിച്ചു. അയാളുടെ ബലിഷ്ഠമായ മനസ്സിൽ ഏകാഗ്രസ്തൂപം തകർന്ന് ശിഥിലമാകാൻ തുടങ്ങിയപ്പോൾ വാളും പന്തവും നഷ്ടമായ ഒരു കാലങ്കോലം പോലെ അയാൾ ആടിക്കുഴഞ്ഞു. പിന്നെ കളത്തിലേക്ക് ഊർന്നു വീണു. കട്ടിലിലേക്ക് അയാൾ ഉറഞ്ഞു വീണു. അയാളിലേക്ക് ദേവകിയും. അയാൾ പരവശനായി ഇപ്പോൾ കണ്ണുകൾ ഒന്ന് അയാളുടെ ബലിഷ്ഠമായ മനസ്സിൻ്റെ ഏകാഗ്രസ്തൂപം തകർന്ന് ശിഥിലമാകാൻ തുടങ്ങിയപ്പോൾ വാളും പന്തവും നഷ്ടമായ ഒരു കാലങ്കോലം പോലെ അയാൾ ആടിക്കുഴഞ്ഞു. പിന്നെ കളത്തിലേക്ക് ഊർന്നു വീണു. കട്ടിലിലേക്ക് അയാൾ ഉറഞ്ഞു വീണു. അയാളിലേക്ക് ദേവകിയും. അയാൾ പരവശനായി ഇപ്പോൾ കണ്ണുകൾ ഒന്ന് തുറന്നു. അപ്പോൾ ഇരുളിൻ്റെ ആകാശങ്ങളിൽ നിന്ന് വ്രതശുദ്ധി തെറ്റിച്ച ദാസനെ കണ്ട് അമ്മ അട്ടഹസിക്കുന്നതല്ല അയാൾ കണ്ടത്. പരാശക്തിയായ അമ്മ കരുത്തായി തൻ്റെ ശരീരത്തിലേക്ക് വന്നണയുന്നതാണ്. അമ്മ പറയുന്നത് അയാൾ കേട്ടു. നീ പുരുഷനാണ്. നീ എന്നെ അറിയണം. എൻ്റെ സമസ്തവും അറിയണം. ഇത് നിൻ്റെ വിധിയാണ്. വിധിച്ചിട്ടുള്ള മറ്റൊന്നും ഈ അർദ്ധരാത്രി പിന്നിട്ട നേരത്ത് സംഭവിച്ചു. വിരുത്തിത്തറയിൽ നിന്ന് തൻ്റെ പത്തുപറയിലേക്ക് വെള്ളം കയറുന്നത് മനസ്സ് നിറയെ നോക്കി നിന്ന നാണുള്ള പെട്ടെന്ന് നെഞ്ചകം തകരുന്ന ഒരു വേദനയോടെ ആ തണുത്ത മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. വീഴുമ്പോൾ ഒരലർച്ചയോ ദൈന്യമായ ഞരക്കമോ അയാളുടെ പ്രജ്ഞയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കടവായിലൂടെ ഒരിറ്റ് രക്തം ഒഴുകിയിറങ്ങി. അവസാനത്തെ കാഴ്ചയിൽ നാണുള്ള കണ്ടത് തൻ്റെ മുന്നിൽ നിലത്തും ആകാശത്തും തൊടാതെ നിന്ന് അട്ടഹസിക്കുന്ന ഒരു അവ്യക്ത രൂപത്തെയാണ്. കണ്ണുകൾ തൻ്റെ ദുർവിധിയിലേക്ക് വല്ലാതെ തള്ളിത്തുറന്നപ്പോൾ ഭയാനകമായി അലറിക്കൊണ്ട് വടി പിന്നിൽ പിണച്ചു വെച്ച് അരമണി കിലുക്കി അന്തരീക്ഷത്തിൽ ചവിട്ടിത്തുള്ളുന്ന വടിമാടനെ അയാൾ കണ്ടു. പിന്നെ ആ കണ്ണുകൾ അടഞ്ഞു. നോവലിലെ ഒരു അധ്യായമാണ്. ഈ നോവലിനെ ബേസ് ചെയ്തോ പലരും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വായിച്ചു കേട്ട അധ്യായത്തെ ബേസ് ചെയ്തോ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പൊതുവായി പുതിയ നോവലിൻ്റെ എഴുത്ത് വഴികളെപ്പറ്റി സംസാരിക്കാനുള്ളത് ആണെങ്കിൽ കൂടി റജിയോട് നമുക്ക് ഇപ്പോൾ ചോദിക്കാം, എങ്ങനെയാണ് അതിൻ്റെ എഴുത്ത് വഴികൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതികളെപ്പറ്റി സംസാരിക്കാം. ഇല്ല, വന്നിട്ടില്ല. ആദ്യത്തെ നോവലാണ്. മറ്റൊരു കാര്യം, ഈ റീഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമോ, മലയാളിയുടെ ഈ നോവൽ വായനയിൽ തന്നെ വന്ന വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ദുലേഖ ഇറങ്ങുമ്പോൾ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇറങ്ങുമ്പോൾ അതിനകത്തെ 18-ാം അധ്യായം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നു. അത് വളരെ അരോചകമാണ് എന്ന് മലയാളത്തിലെ ഒന്നടങ്കം വായനക്കാരും നിരൂപകരും അന്ന് അതിനെ വിമർശിച്ചിരുന്നു. ഇന്ദുലേഖയുടെ 18-ാം അധ്യായം പോലെ എന്ന് പറയുന്ന ഉപമകൾ പോലും നമുക്കുണ്ടായി. ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഇന്ദുലേഖയുടെ 18-ാം അധ്യായം പോലെയാണിത് എന്ന് പറയാറുണ്ടായി. അങ്ങനെ ഉപമിക്കാൻ പോലും തുടങ്ങി. പക്ഷേ പിന്നീട് 100 വർഷത്തിന് ശേഷം 2003 NS മാധവനെ പോലെയുള്ള നമ്മുടെ മേജർ നോവലിസ്റ്റ് തൻ്റെ ക്ലാസിക് കൃതി ലന്തൻ ബത്തേരിയുടെ ലുത്തീനിയകൾ ഇറക്കുമ്പോൾ, ലന്തൻ ബത്തേരിയിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ആ റെസിപ്പിയെ പറ്റി 2 പേജ് വരുന്ന ഡീറ്റെയിലിംഗ് ഉണ്ടായി. അത് പക്ഷേ മലയാളിക്ക് ഒട്ടും അരോചകമായി തോന്നിയില്ല. യാതൊരു വിമർശനവും ഉന്നയിക്കപ്പെട്ടുമില്ല. തക്കാളി ഇത്ര കിലോ, ഇഞ്ചി അരിഞ്ഞത് ഇത്ര, ഇങ്ങനെ ബിരിയാണിയുടെ അവിടെ ലന്തൻ ബത്തേരിയിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ബിരിയാണിയുടെ റെസിപ്പി അതേപടി നോവലിൻ്റെ ഭാഗമായി 2 പേജോളം വരുന്ന റെസിപ്പി വന്നു. ഡീറ്റെയിലിംഗ് അങ്ങനെ നമ്മുടെ നോവലിലേക്ക് വന്നു. നാം അതിനെ അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു വിഷയം, നമ്മുടെ നോവൽ വായന എന്ന് തന്നെ പറയുന്നത് തന്നെ മാറി. നമ്മൾ ഭാവന ഉപയോഗിച്ച് മലയാളി നോവൽ വായിച്ചിരുന്ന, സാഹിത്യം വായിച്ചിരുന്ന ഒരു കാലം വിഷ്വൽ മീഡിയയുടെ വരവോടുകൂടി അതിൻ്റെ തള്ളിക്കയറ്റത്തോടു കൂടി മാറി. വളരെ
വിഷ്വലായിട്ട് നമ്മൾ വായിച്ചു തുടങ്ങി. നമ്മുടെ ഭാവന കലർത്തി വായിച്ചു തുടങ്ങിയിരുന്ന മലയാളി ഇപ്പോൾ എന്തിനേയും വിഷ്വലായിട്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് വളരെ സഹായകമായി മലയാളി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇന്ദുഭവൻ അടക്കമുള്ള നോവലുകളുടെ എഴുതുന്നവരുടെ എല്ലാ നോവലുകൾ നോക്കുക, വളരെ ഭയങ്കരമായ വിഷ്വൽ സാധ്യത. അതുകൊണ്ടായിരിക്കണം ശ്രീജിത്തിനെ പോലെയുള്ള ഒരാൾ ആ നോവലിലേക്ക് വളരെ പെട്ടെന്ന് അതിനകത്ത് സിനിമയെ കണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വായന, നമ്മുടെ ഭാവന കലർത്തിയുള്ള വായന അതിൽ നിന്ന് മാറിയിട്ട് നമ്മളതിനെ ഫ്രെയിമുകളായിട്ട് കാണാനായിട്ട് തുടങ്ങി. ഓരോ നോവൽ ഫിക്ഷനെ നമ്മൾ പ്രത്യേകിച്ചും വായിക്കുന്നത് ഇപ്പം വിഷ്വലായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ റീഡിങ്ങിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വിഷ്വൽ മീഡിയയുടെ ഒരു സ്വാധീനം നമുക്കുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ളൊരു സ്വാധീനം താങ്കളുടെ എഴുത്തിലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ അതുകൊണ്ടാണോ ഇപ്പോൾ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിലേക്ക് പോലും പോവുകയാണ്? ഉണ്ട്. ഈ നമ്മുടെ സാഹിത്യത്തിൽ ആധുനികത എന്ന് പറയുന്നതാണ് വലിയൊരു നാഴികക്കല്ലായിട്ട് സമീപകാലത്ത് മാറിയിട്ടുള്ള ഒരു 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 കാലത്തിൻ്റെ ഒരു അതിർവരമ്പെന്ന് പറയുന്നത്. ആധുനികതയിൽ വാസ്തവത്തിൽ ഒരു ചുരുക്കമാണ് പലപ്പോഴും എഴുത്തിലുണ്ടായത്. ഇപ്പോൾ രാജഗോപാലിൻ്റെയൊക്കെ കവിത വായിച്ചു കഴിഞ്ഞാൽ രാജഗോപാലൊക്കെ ആധുനികതയിൽ നിന്ന് വളർന്ന് അത്ര ഒരു അനുശീലനം കിട്ടിയിട്ടുള്ള ഒരാളാണ് രാജഗോപാൽ. അതുപോലെ തന്നെ 70s സിനിമകൾ, അതും ഈ പറഞ്ഞ പോലെ ആധുനികത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലിറ്ററേച്ചറിനെ മാത്രം ഉദ്ദേശിച്ചല്ല, സിനിമ, ചിത്രകല, ഈവൻ സംഗീതം പോലും അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ അത്തരം ഒരു ചുരുക്കത്തിലേക്ക് വരികയും വളരെ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന ഒരു അവസ്ഥ വാസ്തവത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒ വി വിജയനെ പോലുള്ള എഴുത്തുകാരൻ നേരിട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെയാണ്. മധുരം കായതി എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്താണ് എഴുതാൻ കഴിയുക? കാരണം ഗുരുസാഗരത്തിൽ തന്നെ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു, മനസ്സിലായില്ലേ? ഒരു ഗുരുവിൻ്റെ മുമ്പിൽ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയത്തില്ല, പിന്നെ നാമജപത്തിൻ്റെ സാധ്യതകളേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് മധുരം കായതി എന്ന് പറയുന്ന ഭൂമിയെ തന്നെ 2 അർത്ഥഗോളങ്ങളായിട്ട് കാണുകയും ഒരു ആൽമരവും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു സംവാദം, അതൊരു ഉപനിഷത്തിൻ്റെ സ്വഭാവമുള്ള ഒരു സംവാദത്തിൻ്റെ തലത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പിന്നീട് വരുന്ന നോവലുകളെല്ലാം ഈ ആവർത്തനം ഉണ്ടെന്ന് പലരും വിമർശിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത്തരം ഒരു ദാർശനിക അവസ്ഥ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഇത് 90-കൾക്ക് ശേഷം രാജഗോപാലോട് പറഞ്ഞ പോലെ തന്നെ വന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആഖ്യാന കലയുടെ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുകയും സ്വയം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഈ ദാർശനിക പ്രശ്നത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും മലയാളി അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ അന്തർസംഘർഷങ്ങൾ, അത് കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ഒക്കെ നടക്കുന്ന, അങ്ങനെയാണ് ആടുജീവിതത്തിൻ്റെയൊക്കെ ഒരു സാധ്യതയെന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വലിയ ഒരു ക്യാൻവാസിലേക്ക് മനുഷ്യജീവിതം വരികയും അതിനെ അങ്ങനെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ശരിക്കും എന്നെപ്പോലെയുള്ള 90-കളിലൊക്കെ എഴുതി തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ തട്ടകം എന്ന് പറയുന്നത് പടയണിയുടേതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരിക്കലും ഒരു പടയണി ഒരു പിശാചു കോലം പോലും തുള്ളിയിട്ടുള്ള ആളല്ല. പക്ഷേ എൻ്റെ കുടുംബക്കാരെല്ലാം ആ പ്രദേശങ്ങളിലെ വലിയ വലിയ അതികായന്മാരായിട്ടുള്ള പടയണിക്കാരാണ്. പക്ഷേ എന്നെയൊക്കെ എപ്പോഴും അച്ഛനും അമ്മയും പിന്നെ നീ പഠിക്കണം 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 എന്ന് പറഞ്ഞിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ഈ പടയണിയൊക്കെ തുള്ളി നടക്കുന്നത് തല്ലിപ്പൊളി പിള്ളേരാണ്, നമ്മുടെ വീട്ടിലെ താവഴികളിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒക്കെ മാറ്റുകയും പിൽക്കാലത്ത് എന്നും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു പടയണി. പക്ഷേ പിൽക്കാലത്താണ് എനിക്കതിൻ്റെ അത് മുമ്പോട്ട് വെക്കുന്ന ഒരു സ്വത്വബോധം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് വർഗസമരത്തിൻ്റെയോ അല്ലെങ്കിൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തിൻ്റെ അല്ല അത്തരം ഒരു സ്ലോഗൻ്റെ യാതൊരു പ്രസക്തിയും സാധ്യതയും ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ സ്വയം വിമോചിക്കപ്പെടേണ്ടത് നമ്മുടെ തന്നെ സ്വത്വങ്ങളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു വിമോചനത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി ഈ പടയണിയുടെ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആണ് നമ്മൾ ഈ നോവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ട്. വളരെ കുറച്ച് ചോദ്യങ്ങളിലൂടെ ഈ നോവൽ ഒരു പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ടാമത് ഒന്നുകൂടെ വായിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊരു ചെറിയ സംവാദങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ എഴുത്തുകാരനെ റെജി ആ ഒരു
ചാപ്റ്റർ ആ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് കുറേ കൂടെ ആസ്വാദ്യത തോന്നി. അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് പറഞ്ഞാൽ, ഞാൻ കുറേ കൂടെ ആ കഥാപാത്രങ്ങളെ എൻ്റെ കൺമുമ്പിൽ കണ്ടു. ആ കഥാപാത്രങ്ങളെ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അന്നത്തെ സംസ്കാരം കൂട്ട് കുടുംബമാണ്. അതിൽ ഇങ്ങനെയുള്ള രണ്ട് വിഭാഗം ആൾക്കാരെ ഒരു കുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ രണ്ട് ചിന്താഗതിയുള്ള രണ്ട് രീതിയിലുള്ള ആൾക്കാരെ അവിടെ ജീവിക്കുമ്പോഴും ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതിന് ഈർഷ്യകളൊന്നും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ അതിനകത്തൊന്ന് മനസ്സിലാക്കിയത്. രണ്ടാമത്, ആ ജ്യേഷ്ഠൻ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, ആ വീണ് മരിക്കുന്ന ആൾ കൊച്ചുരാമപിള്ള സ്വാഭാവികമായിട്ടും ഒരു മുഷിയുടെ സ്വഭാവമുള്ളവനാണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അയാൾക്ക് അതൃപ്തിയാണ് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സമ്പാദ്യം എന്ന് സമ്മതിക്കുന്നു. ഏതായാലും അദ്ദേഹം ആ കണ്ടത്തിൽ തന്നെ വീണ് മരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഞാനത് ആ കഥാപാത്രത്തെ ആസ്വദിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒന്നിച്ചൊന്ന് മറുപടി പറഞ്ഞ കാര്യം, സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഒന്ന് രണ്ട് ചോദ്യം. നോവൽ ആവില്ല എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷെ അതുപോലെ തന്നെ ഈ ചെറുകഥയിലും വൈകാരികത ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇപ്പോൾ ചെറുകഥയും നോവലും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ, ഇപ്പോൾ പലതരത്തിലുള്ള നോവലുണ്ട്, സാമൂഹിക നോവലുണ്ട്, ബോധധാര നോവലുണ്ട്, അപസർപ്പക നോവലുണ്ട്. അപ്പോൾ ഇതിൽ താങ്കൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഏത് തരം നോവലാണ്? ഈ ചോദ്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ആദ്യം ശ്രീ ആർ കെ പണിക്കർ ചോദിച്ചത്, അദ്ദേഹത്തിനൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. കൊച്ചുരാമൻപിള്ളയല്ല ഈ ദുർമരണത്തിന് വിധേയനാകുന്നത്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അതായത് ജ്യേഷ്ഠനായിട്ടുള്ള നാണുപിള്ളയാണ്. അദ്ദേഹം അവിടെ യഥാർത്ഥത്തിൽ മരിക്കുകയാണ്. എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പം പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആൾക്കാർ പണ്ട് മാടനടിച്ചു എന്നാണ് പറയുന്നത്. മാടനടിച്ച് ചാകുന്ന ആൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളിവിടെ അത് പിന്നെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മിത്തും യാഥാർത്ഥ്യവും കൂടെ ഇടകലരുന്ന ഒരു അനുഭവ ലോകമാണ് പടയണിയുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. പിന്നെ അവിടെ ചോദിച്ച ചോദ്യം, കഥ നോവൽ. ഈ കഥ എന്ന് പറയുന്നത് ഒരു ജീവിത മുഹൂർത്തത്തിലേക്ക് നമ്മൾ ചൂഴ്ന്നിറങ്ങി എഴുതുന്ന ഒരു മാധ്യമമാണ് കഥ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ലോക സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിലാണ് കഥയിൽ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ. ആ കഥ എന്ന് പറയുന്ന ഒരു മാതൃകയായിട്ട് ലോക സാഹിത്യത്തിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന കാരൂരിൻ്റെ മരപ്പാവുകൾ, വിജയൻ്റെ കടൽ തീരത്ത്, അതുപോലെ തന്നെ NS മാധവൻ്റെ ഹിഗ്ഗുറ്റ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു തീവ്രമായ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് എങ്ങനെയാണ് വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രമായി ചൂഴ്ന്നിറങ്ങി ആ അവസ്ഥ, ഒരു മനുഷ്യാവസ്ഥ, ഒരു മനോഭാവമാണ് കഥയിൽ കൊണ്ടുവരുന്നത്. നേരെ മറിച്ച് നോവലിൻ്റേത് ഒരു ബൃഹത്തായിട്ടുള്ള ക്യാൻവാസാണ്, വലിയൊരു ക്യാൻവാസാണ്. അതിനകത്ത് ഈ പറഞ്ഞ ധ്യാനത്തിൻ്റേതായ ഒരു എഴുത്ത് രീതി തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെയാണ് ഖസാക്കൊക്കെ വലിയ കൃതിയായിട്ട് മാറുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ ക്യാൻവാസിൽ ഒരുപാട് വരയ്ക്കാനുള്ള സ്പേസ് എഴുത്തുകാരനുണ്ട്. ഇപ്പം ഈ നോവലിനെ സംബന്ധിച്ചും വളരെ ബൃഹത്തായിട്ടുള്ള ഈ പടയണിയെ ഏറെക്കുറെ ആ രീതി തന്നെയാണ് നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് തന്നെയാണ് അതിനകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പടയണിയുമായിട്ടുള്ള ഉണ്ടുണ്ട്. പടയണിയുമായിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം പിന്നെ സർഗാത്മക കൃതികൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നാൽ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന കവിയുടെ ക്രിയേറ്റിവിറ്റിയുടെ ഊർജ്ജം എന്ന് പറയുന്നത്, ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് പടയണിയും ദേവിയും ശക്തിയുമാണ്. അതിനകത്ത് തർക്കമില്ലാത്ത കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളം ഈ പടയണിയുടെ പല ബിംബങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള താളം, കടമ്മനിട്ട കവിതയുടെ താളം എന്ന് പറയുന്നത് പടയണിയുടെ തന്നെ താളമാണ്. അങ്ങനെയാണ് ആ 70 80 ഈ കവിത ചൊൽക്കാഴ്ചയായിട്ട് മാറുന്നത്. ചൊൽക്കാഴ്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പടയണിയുടെ ഒരു പ്രയോഗമാണ്. പിന്നെ ഉണ്ടായിട്ടുള്ള
ഇല്ല, വന്നിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്കാദമിക്കായിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കടമറ്റ രാമകൃഷ്ണപിള്ള സാറിൻ്റെ. രജി നമ്മുടെ സുഹൃത്താണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഈ നോവൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നോവലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്, ഇപ്പോൾ ഈ പ്രാദേശിക ചരിത്രം, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാദേശിക ചരിത്രം മലയാള നോവലിൽ ഒരു ട്രെൻഡാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര മുതൽ ഉള്ള പല നോവലുകൾ, നമ്മുടെ സുരേഷ് പെരിശ്ശേരി വരെ പ്രാദേശിക ചരിത്രം നോവൽ രചിച്ചിട്ടുണ്ട്. മുസഫർ കുന്നിലെ മുസലകൾ, ഇങ്ങനെ ധാരാളം നോവലുകളുണ്ട്. മുകിൽ, അങ്ങനെ ധാരാളം നോവലുകളുണ്ട്. അപ്പോൾ ഈ പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ പടയണി എന്ന കലാരൂപത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ റജി മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പടയണിയെക്കുറിച്ച് മാത്രമല്ല, അപ്പോൾ ഈ പറഞ്ഞ ഈ നാണുപിള്ളയുടെ 3ാം തലമുറ അതിൽപ്പെട്ട ഒരാൾ ഈ പടയണി എന്ന് പറഞ്ഞ നിന്നുപോയ കലാരൂപത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും, അവിടുത്തെ വാടമ്പികളായിട്ട് പാവുതറ എന്ന് പറയുന്നതിൻ്റെ പ്രാദേശിക ചരിത്രം ഇതൊക്കെ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ നോവലിൻ്റെ ഒരു പ്രത്യേകത, ആ നോവലിനെ ശ്രദ്ധേയമാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മാടമ്പി വീട്ടുകാർ അതിനെ എതിർക്കുന്നതൊക്കെ ആയിട്ടാണ് കഥ വരുന്നത്. പക്ഷേ ഇതിനകത്തിൽ വേറെ ഒരുപാട് കാര്യം പറഞ്ഞ് ഈ പ്രദേശത്തിൻ്റെ ജൈവികത അത് വളരെ ശക്തമായിട്ട് റജി ഈ നോവൽ എന്ന രീതിയിൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ആ പ്രദേശത്തിൻ്റെ കാർഷിക വൃത്തി, പിന്നെ ഒഴുക്ക് നിന്ന് പോയ നദി, ഇപ്പോൾ ഇവിടെ തന്നെ കാണാം, ഇതിൻ്റെ പ്രദേശം ഈ സൈഡിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ പിന്നെ ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് നദിയുടെ സൈഡിലൊക്കെ നന്നായിട്ട് കൃഷി ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ട്, എക്കൽ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്തെ തീണ്ടൽ തൊടിയിൽ അങ്ങനെയൊക്കെ അൺടച്ചബിലിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ ഏതോ ഒരുത്തൻ ഇവരുടെ കൂടെ കൂടിയിരിക്കുന്നെന്ന് പറയുന്നത് കൊണ്ടാണ് താഴ്ന്ന സമുദായപ്പെട്ട, അത് രജി തന്നെ പറഞ്ഞു, അതൊരു ഗോത്ര കലാരൂപമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇത്തരം കലാരൂപങ്ങളെയൊക്കെ. അപ്പോൾ അത് കൊണ്ടാണ് മറ്റേ ഈ രണ്ട് പറയുന്ന മാടമ്പി ഈ കുടുംബക്കാരെ എതിർക്കുന്നത് തന്നെ. അവരെ വേണ്ട, അയാളെ വേണ്ട, സമയമില്ലല്ലേ, ശരി പെട്ടെന്ന് നിർത്തിയേക്കാം. പിന്നെ ചില അന്ധവിശ്വാസങ്ങൾ, അതേപോലെ തന്നെ ഓണാട്ടുകര ഭാഷ, ഈ പ്രദേശത്തെ ഭാഷാഭേദങ്ങളെ ഡയലോഗുകളൊക്കെ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭ്രമാത്മകത, ഇതിപ്പോൾ ഈ അധ്യായം പറഞ്ഞു നിർത്തുന്നതിനെ കണ്ണുകൾക്ക് തൻ്റെ ദുർവിധിയിലേക്ക് വല്ലാതെ തുറന്നപ്പോൾ ഭയാനകമായി അലറിക്കൊണ്ട് വടി പിന്നിൽ പിണച്ചു വെച്ച അരമണി കിലുക്കി അന്തരീക്ഷത്തിൽ ചവിട്ടിത്തുള്ളുന്ന വടിമാടിനെ അയാൾ കണ്ടു. അപ്പോൾ ഇത്തരം ഈ ഭ്രമാത്മകത ഇതൊക്കെയാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ വളരെ നല്ല ഇടപെടലുകളുണ്ടായി, പ്രത്യേകിച്ച് ഈ പ്രാദേശിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്. ഇതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, താഴെ നമ്മളിപ്പോൾ ഇന്ന് രാത്രിയിൽ അവതരിപ്പിക്കാനുള്ള പടയണിയിൽ ഉപയോഗിക്കാനുള്ള മാസ്കുകൾ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ അത് സമയം പോലെ താഴെ പോയി അതും കാണേണ്ടതാണ്, അതും പടയണിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തലേന്ന് പുലർച്ചെ മുതൽ തുടങ്ങുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാത്രിയിൽ ഈ പടയണി തുള്ളി പിറ്റേന്ന് പൂപ്പടയോടുകൂടി പടയണി അവസാനിക്കുന്നത്. അപ്പോൾ അതും അതിലേക്ക് നമ്മുടെ പ്രതിനിധികൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണാനായിട്ടുള്ള ശ്രമം നടത്തണം. താഴെ അത് നമ്മുടെ ലോഞ്ചിൽ അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നതും കാണേണ്ടതാണ്. പച്ചപ്പാള ചെത്തിയിട്ട് ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് അതിൽ നാച്ചുറലായിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ കാണേണ്ടതുണ്ട്. റജി ഇവിടെ ഈ എത്തിയതിലും ഈ പമ്പയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ സ്വന്തം കൃതിയെപ്പറ്റി, കൂടുതലായി നോവലിനെ പറ്റി, ഫിക്ഷനെ പറ്റി, മലയാള നോവലിൻ്റെ ഒരു പിന്നെ അവസ്ഥയെപ്പറ്റി ഒക്കെ സംസാരിച്ചതിലും റജിയോട് സംബന്ധിച്ച മറ്റുള്ളവർ വളരെ ക്രിയാത്മകമായി സംബന്ധിച്ചതിലും ഞങ്ങൾക്കുള്ള സന്തോഷം പറയുന്നു. റജിക്ക് നന്ദി പറയുന്നു. നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. റജിക്ക് ഒരു മറുപടി പറയും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു പരിപാടി നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്നെങ്കിലും ഇതിനകത്ത് പലതരം തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ SPCസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഈ ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രാവശ്യത്തെ പരിപാടി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോവലിൻ്റെ ഒരു ചർച്ച നിർദ്ദേശിക്കപ്പെട്ടത്. എന്തായാലും എന്നെ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.